ഹലോ ഫ്രണ്ട്സ്, ഋതു സ്മോൾ കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? എല്ലായിടം മഴയൊക്കെ തുടങ്ങിയോ? എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്ത് കാരണം ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്യണേ. അപ്പോൾ ഞാൻ പുതുതായിട്ടിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയും പഴയ വീഡിയോസ് എല്ലാം കാണുകയും ചെയ്യാം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. തുവര ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാമ്പാറാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. സാമ്പാർ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമെങ്കിൽ ഇതുപോലെ ഒരു സാമ്പാർ ഉണ്ടാക്കി നോക്കുക. വളരെ ടേസ്റ്റാണ് ഇതിന്. അതിനായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന പച്ചക്കറിയാണ്. എല്ലാ പച്ചക്കറിയുണ്ട്. ഇത് ഞാൻ എല്ലാം ചെത്തി വൃത്തിയാക്കി വേസ്റ്റുകളെല്ലാം കളഞ്ഞ് 3-4 വെള്ളം കഴുകി അല്പം ഉപ്പ് വെള്ളത്തിലിട്ടിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് അരിഞ്ഞുകൊണ്ടുവരാം. സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം നമ്മൾ അരിഞ്ഞു കഴിഞ്ഞു. ഇവിടെ മഴയായതുകൊണ്ട് കറണ്ട് അങ്ങ് പോയി. വെട്ടം കുറവാണ്. ആദ്യം ചേന ഇടുന്നു. അത് കഴിഞ്ഞ് മറ്റ് കഷ്ണങ്ങൾ അരിഞ്ഞ് വെച്ചേക്കുന്നതൊക്കെ കൊടുത്തു കൊടുക്കും. ഇനി ഇതിനകത്തൊരല്പം വെളിച്ചെണ്ണ ഒഴിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉപ്പുപൊടി, ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി. കറണ്ട് വന്നു. ഇട്ട് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ഇളക്കാം. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യും. ഇനി ഇതിനകത്തേക്ക് നമുക്ക് മുരിങ്ങയ്ക്കായും വെണ്ടയ്ക്കായും മണ്ടയ്ക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് അടച്ച് വെക്കാം. തക്കാളി നമ്മൾ പേസ്റ്റാക്കി ചേർക്കുന്നതേ ഉള്ളൂ. ഇതിനകത്ത് അരിഞ്ഞിടുന്നില്ല. ഇനി നമുക്കിത് വെന്തിട്ട് കാണാം. ഈ സാമ്പാറിലേക്കുള്ള സാമ്പാർ പൊടി ഞാൻ തന്നെ തയ്യാറാക്കുന്നതാണ്. കുറച്ച് മല്ലി, കുറച്ച് ജീരകം, കുറച്ച് കുരുമുളക്, കുറച്ച് ഉലുവ, ഒരു ഏലക്ക, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുക്കാം. സാമ്പാറിൽ ചേർക്കുന്നതിന് ആവശ്യമായ സാമ്പാർ പൊടി ആണ് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇനി അതിനകത്ത് ഞാൻ മുളക് പൊടി ചേർത്തിട്ടില്ല. അതിന് പകരം വേണ്ട 1 ടീസ്പൂൺ മുളക് പൊടി, ഒരല്പം കായപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ അരിപ്പൊടി. ഇതെല്ലാം കൂടെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് നമുക്ക് ആ സാമ്പാറിനകത്തോട്ട് ചേർക്കാം. ഇനി കടുക് വറക്കാനുള്ള ഉള്ളിയും കറിവേപ്പിലയൊക്കെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് കാണാം. പൊടി ഡ്രൈ റോസ്റ്റ് ചെയ്ത് നമുക്ക് ഇനി കുക്കറിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കാം. കഷ്ണത്തിൻ്റെ വേവൊന്നും കഷ്ണം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ 2 വിസിലടിച്ചപ്പോൾ 5 മിനിറ്റ് സമയം 2 വിസിലിന് ശേഷം സിമ്മി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അന്നേരം നമ്മുടെ ഈ മുരിങ്ങയ്ക്കായും ഒക്കെ വേറെ നമ്മൾ വേവിക്കേണ്ട കാര്യമില്ല. വേണ്ട മുരിങ്ങയ്ക്കായൊന്നും പൊട്ടിപ്പോകത്തില്ല. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ട് വെന്തിരിക്കും. വെണ്ടയ്ക്കായും എല്ലാം ഇതുപോലെ തന്നെ ഇരിക്കും. നമ്മൾ അന്നേരം വേറെ വേവിക്കേണ്ട കാര്യമില്ല. ഇനി നമുക്കിതിനകത്തേക്ക് എല്ലാം കടുക് വറുത്തൊന്ന് ചേർക്കാം. നമ്മൾ സാമ്പാറിന് കടുക് വറുത്തുകൊണ്ടിരിക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് ഒരല്പം ഉലുവായും കടുകും കൂടെ പൊട്ടിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്കിനി ഉള്ളിയും കൊച്ചുള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. അതിനകത്തേക്ക് നമ്മൾ ഇപ്പം മഴ സീസണല്ലേ, ഗ്യാസ് ഉണ്ടാകാതെ ഇരിക്കും, പലതരത്തിലുള്ള പനികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരല്പം കുരുമുളകും,
ഇതിലേക്ക് 4 കഷ്ണം വെളുത്തുള്ളിയും കൂടെ ഞാൻ പേസ്റ്റ് ആക്കിയാണ് ചേർക്കുന്നത്. ഇതിൻ്റെ പച്ചമണം അങ്ങോട്ട് മാറുമ്പോൾ നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെ ചേർത്ത് കൊടുക്കാം. തക്കാളിയുടെ പച്ചമണം കൂടെ മാറി വരും. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിയുടെ പച്ചമണം മാറി വന്നപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. പച്ചവെള്ളം ചേർത്തിട്ട് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി അത് തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് നമുക്ക് സാമ്പാറിൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കാം. അപ്പോൾ സാമ്പാറിൻ്റെ ഗ്രേവി തിളച്ച് നമുക്കതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി ഇതിലേക്ക് സാമ്പാറിൻ്റെ കഷ്ണം ചേർത്ത് കൊടുക്കും. ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം. ഇതിന് തക്കാളി ചേർത്തതുകൊണ്ട് ഞാൻ ഒരല്പം പിഴിപുളിയെ ചേർക്കുന്നുള്ളൂ. പുളി കൂടുതൽ വേണമെന്നവർ കൂടുതൽ ചേർത്തോണം. അത് അവരവരുടെ ഇഷ്ടം അനുസരിച്ച്. ഇനി ഇത് തിളയ്ക്കുമ്പം നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നോക്കി എന്തെങ്കിലും പോരാഴിക ഉണ്ടെങ്കിൽ അത് ചേർത്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യുക. ഉപ്പിൻ്റെ ഒരല്പം കുറവുണ്ടായിരുന്നു. ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് പുളിയും ഞാൻ ഒരു തക്കാളിയെ ചേർത്തുള്ളതിന് പുളിയും ഞാൻ എൻ്റെ കുറച്ചകലം കൂടെ ചേർക്കും. അപ്പം നന്നായിട്ട് ഉറുകിയിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെ ഇത് പുളി ചേർത്തതല്ലേ, തിളയ്ക്കുമ്പം സ്റ്റൗ ഓഫ് ചെയ്യുക. സാമ്പാർ എങ്ങനെയുണ്ട്? സാമ്പാർ കൊള്ളാം, കൊഴുപ്പുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പം നമ്മൾ തുമര ചേർത്തില്ലെങ്കിലും നല്ല കൊഴുപ്പ് കിട്ടും. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് രേഖപ്പെടുത്തണം. ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. താങ്ക് യു.